വി ഡി സതീശൻ സർക്കാരിന് പണിയെടുക്കാൻ പോകുന്നത് പ്രതിപക്ഷമല്ല, പിണറായി വിജയനല്ല, CPM അല്ല, അത് VM സുധീരനാണ്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ആപ്പീസ് പൂട്ടിയ VM സുധീരൻ ഇനിയിപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് VD സതീശനുള്ള പണിയുമായിട്ടാണ്. അതായത് മദ്യനയത്തിലാണ് ഒന്നാമത്തെ വിമർശനം വന്നിരിക്കുന്നത്. വീര്യം കുറഞ്ഞ മദ്യത്തെ ഉൽപ്പാദിപ്പിക്കാനോ അതിനുള്ള അനുമതി കൊടുക്കാനോ ഇല്ലെങ്കിൽ നികുതി കുറയ്ക്കാനോ ഒക്കെയുള്ള നിർദ്ദേശം ആപൽക്കരമാണ്, അത് ശരിയല്ല എന്നാണ് സുധീരൻ്റെ പക്ഷം. മറ്റൊന്ന് കരിമണൽ ഖനനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഇത് നമ്മുടെ തീരമേഖലയൊക്കെ തകർക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുധീരൻ ഗാന്ധി എന്നുള്ള ലെവലിലാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. VD സതീശൻ്റെ പുക കണ്ട് ഇനി സുധീരൻ അടങ്ങുമുള്ള നിലയ്ക്കാണ് കാര്യങ്ങൾ പോകുന്നത്. സാറിന് എന്താ തോന്നുന്നത്? അല്ല, അത് ഏകദേശം ഒരു 10 കൊല്ലത്തിന് മുമ്പായിട്ട് അന്ന് ഉമ്മൻചാണ്ടി സർക്കാരിനെ താഴെ ഇറക്കുന്ന കാര്യത്തിൽ VM സുധീരന് വലിയ പങ്കുണ്ടായിരുന്നു. പല സ്ഥലങ്ങളിലുള്ള ഈ ഷാപ്പുകൾക്കെതിരായിട്ടുള്ള സമരങ്ങൾ, അതേപോലെ തന്നെ മദ്യം വേണ്ട എന്നുള്ള സമരം. ഈ മദ്യത്തിൻ്റെ വിഷയത്തിൽ എനിക്ക് അഭിപ്രായമുള്ളത്, മദ്യം ഒരു വർജിക്കപ്പെടുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ പരിധി വിട്ട് മദ്യനിരോധനം ഏർപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മദ്യം ഇവിടുന്ന് കേരളത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് നീക്കം ചെയ്യാൻ സാധിക്കുമെന്ന് വിശ്വസിക്കാൻ സാധ്യമല്ല. അതൊന്ന്. രണ്ടാമത്, കേരളത്തിൻ്റെ വരുമാനമാണ് മദ്യം. അത് ഇവർ കുറച്ച് കാണാൻ സാധ്യമല്ല. അല്ലെങ്കിൽ ഇവർ ആദ്യം ചെയ്യേണ്ടത് ഈ മദ്യത്തിൽ നിന്നുള്ള വരുമാനം ഞങ്ങൾ എടുക്കില്ല എന്ന് ഇവരൊക്കെ തീരുമാനിക്കണം. മദ്യത്തിൻ്റെ ടാക്സ് മൊത്തം ഇവരങ്ങ് എടുത്തു കളയണം. മദ്യം സർക്കാർ വഴിക്ക് കൊടുക്കില്ല എന്ന് തീരുമാനിക്കണം. അങ്ങനെ കൊടുക്കില്ല എന്ന് പറയാൻ VM സുധീരൻ തയ്യാറുണ്ടോ? അദ്ദേഹം തയ്യാറല്ലല്ലോ. മറിച്ച് അദ്ദേഹത്തിനകത്ത് വരുമാനം കിട്ടണം. വേറെ കേരളത്തിൻ്റെ വരുമാനം എന്താണ്, കേരളത്തിൻ്റെ വരുമാന സ്രോതസ് വർദ്ധിപ്പിക്കുവാനുള്ള എന്ത് പദ്ധതികളാണ് VM സുധീരൻ്റെ കയ്യിലുള്ളത്? ഒരു പദ്ധതിയില്ല. സുധീരൻ എന്തൊക്കെയുള്ളത്? കേരളത്തിൻ്റെ പ്രധാനമായിട്ടുള്ള വരുമാന മാർഗം ഒന്ന് മദ്യമാണ്, രണ്ടാമത് ലോട്ടറിയാണ്. ഈ ലോട്ടറി ശരിയാണോ? എന്താ പറയുന്നത്? ചൂതാട്ടം ശരിയാണെന്ന് VM സുധീരന് അഭിപ്രായമുണ്ടോ? ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നണില്ല. മൂന്നാമത്തെ, അതേപോലെ തന്നെ കരിമണൽ ഒരു വലിയ വരുമാന മാർഗ്ഗമാണ്. അത് സ്വകാര്യ ഏജൻസിക്ക് വിട്ടുകൊടുക്കാൻ പാടില്ല എന്ന് ഇദ്ദേഹം പറയുന്നത്. പിന്നെ ആരാണ് ചെയ്യേണ്ടതെന്നുള്ള ഇദ്ദേഹം വ്യക്തമാക്കണം. സർക്കാരാണ് ചെയ്യേണ്ടത്. അങ്ങനെ സർക്കാർ ചെയ്തിരുന്നല്ലോ. ദീർഘകാലത്തുള്ള സർക്കാരുകൾ ചെയ്തിട്ട് എന്തായിരുന്നു ഈ മേഖലയുടെ അവസ്ഥ? ഈ മേഖലയുടെ അവസ്ഥ എന്താ വെച്ചാൽ, ആ കാലത്ത് കൊല്ലം ജില്ലയുടെ പല ഭാഗത്തുനിന്ന് കരിമണൽ ഒലിച്ചു പോകുമായിരുന്നു. അവരെവിടേക്കാണ് പോവുക? അത് നേരെ പോകുന്നത് കൊളംബോയിലേക്കാണ് പോവുക. അത് സിലോണിലേക്ക്, ശ്രീലങ്കയിലേക്കാണ് പോവുക. അവിടെ ആരാ ഇത് എടുത്തിരുന്നത്? അവിടെ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത് ചൈനയാണ്. ആ ചൈനയ്ക്ക് ഗുണകരമായ രീതിയിൽ കരിമണൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണോ VM സുധീരൻ്റെ അഭിപ്രായം എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പലപ്പോഴും വിയോജിപ്പൊക്കെ തോന്നാം, രാഷ്ട്രീയ വിയോജിപ്പുകളൊക്കെ തോന്നാം. അങ്ങനെയൊക്കെയാണെങ്കിലും കേരളം പോലത്തെ ഒരു സംസ്ഥാനത്തിന്, ഈ സംസ്ഥാനത്തിൻ്റെ സമഗ്രമായുള്ള വികസനം ഒരു ഘടകമാണ്. അതിൽ മന്ത്രിസഭ പോലും വരവുമല്ല പ്രശ്നം, ആര് ഭരിക്കുന്നു എന്നല്ല പ്രശ്നം. കേരളത്തിൻ്റെ സാമ്പത്തികമായിട്ടുള്ള പരാധീനതകളിൽ നിന്ന് കേരളം, മലയാളം രക്ഷപ്പെടണം. ഇവിടെയുള്ള സാമ്പത്തിക രംഗം മെച്ചപ്പെടണം, ഇവിടുത്തെ വ്യവസായ രംഗം മെച്ചപ്പെടണം, ഇവിടുത്തെ കാർഷിക രംഗം മെച്ചപ്പെടണം, ഇവിടെ സാമ്പത്തിക വരുമാനം ഉണ്ടാവണം കേരളത്തിൽ. ഇന്ന് കേരളത്തിന് സാമ്പത്തിക വരുമാനം എന്താ ഉള്ളത്? കേരളത്തിന് സാമ്പത്തിക വരുമാനമില്ല. നിലവിൽ 5-5.5 ലക്ഷം കോടി രൂപയുടെ കടത്തിലാണ് കേരളം. അതിപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ 6 ലക്ഷം കോടിയാവുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം ഇപ്പോൾ KSRTC സൗജന്യം കൊടുക്കാൻ തുടങ്ങുന്നു, വേറെ ചില ആളുകളുടെ സുരക്ഷാ പെൻഷൻ വർദ്ധിപ്പിക്കാൻ തീരുമാനിക്കുന്നു, പലരും ശമ്പളം വർദ്ധിപ്പിക്കാൻ തീരുമാനിക്കുന്നു. ഈ തീരുമാനങ്ങളൊക്കെ എടുക്കലും അതിന് കയ്യടി മേടിക്കലൊക്കെ വളരെ എളുപ്പമാണ്. പക്ഷേ കേരളത്തിൻ്റെ സാമ്പത്തിക വരുമാനം അതെത്രയാണ്, അതെങ്ങനെയാണ്, അത് ഏത് തരത്തിലാണ് നടപ്പിൽ വരുത്തുക, ഇത്യാദി കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതല്ലേ? അതിന് ചർച്ച ഉണ്ടായിട്ടില്ലല്ലോ. ഇപ്പം നമുക്ക് കയ്യടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആരെങ്കിലും വേണമെങ്കിൽ കയറി വിമർശിക്കാം. മദ്യം കൊടുക്കരുത് പറയുമ്പോൾ കേൾക്കുമ്പോൾ വളരെ രസമാണ്. അത് എന്താ പറയുക, വീര്യം കൂടിയതാണെങ്കിലും കൊള്ളാം, വീര്യം കുറഞ്ഞതായാലും കൊള്ളാം, ഒരു മദ്യവും കൊടുക്കാൻ പാടില്ല. അത് പറയുന്ന ആരാ? ഓർത്തഡോക്സ് സഭയാണ്. എന്താ സഭ ഇത് പറയാൻ കാരണം? സഭയുടെ ആളുകളല്ല മദ്യവിൽപ്പനശാല നടത്തുന്നത്, അല്ലാത്തവരാണ്. സഭയുടെ ആളുകളല്ലാതെ നടത്തുന്ന ഏതെങ്കിലും സ്ഥാപനത്തിൽ സഭ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഇവർ വ്യക്തമാകട്ടെ. ഇപ്പം സഭയുടെ കയ്യിൽ നിരവധി സ്ഥലമുണ്ട്, ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്. ഈ സ്ഥലങ്ങളിൽ എത്ര സെൻറ്റ് സ്ഥലമാണ് ഓർത്തഡോക്സ് സഭ പണം കൊടുത്ത് വാങ്ങിച്ച്? എത്ര സെൻറ്റ് സ്ഥലമുണ്ട്? അങ്ങനെ സഭ ഈ സ്ഥലം വിട്ടുകൊടുക്കാൻ തയ്യാറുണ്ടോ? ആ സ്ഥലം സർക്കാരിന് വിട്ടുകൊടുക്കുക. കയ്യേറിയിരിക്കുന്ന ഭൂമി, നിങ്ങൾ വനഭൂമി കയ്യേറിയിട്ടുണ്ടല്ലോ, നിങ്ങളുടെ പള്ളികൾ പലതും അനധികൃതമായിട്ട് വന്നതാണല്ലോ. ഈ പറയുന്ന സ്ഥലം നിങ്ങളൊന്ന് വിട്ടുകൊടുക്കുക. അത് വിട്ടുകൊടുത്ത സർക്കാർ ആ ഭൂമി വിൽക്കട്ടെ, ആ സർക്കാരിൻ്റെ വരുമാനത്തിലേക്ക് വർദ്ധിപ്പിക്കട്ടെ. 5 ലക്ഷം കോടി രൂപയുടെ കടന്നുള്ളത് 1 ലക്ഷം കോടി, 50,000 കോടിയുടെ കടത്തിലേക്ക് കടം കുറയ്ക്കാൻ സാധിക്കട്ടെ. അതൊക്കെ ചെയ്യുന്ന കാര്യത്തിൽ ഈ സഭയ്ക്കും വലിയ പങ്ക് വഹിക്കാൻ സാധിക്കും. സഭയുടെ അടക്കമുള്ള ലക്ഷ്യം സഭയെ ആളുകൾ ആശ്രയിക്കണം, സഭയെ സർക്കാർ ആശ്രയിക്കണം. സഭയെ സർക്കാർ ആശ്രയിക്കുന്ന രീതിയിലേക്ക് വരുന്നവരേക്കും സർക്കാരുകൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സഭകൾ എതിർത്തുകൊണ്ടിരിക്കും. ഇതൊരു നല്ല ലക്ഷണമല്ല. ആ VM സുധീരൻ്റെ ലക്ഷ്യം ഞാൻ മനസ്സിലാക്കുന്ന അങ്ങനെയാണ്. VM സുധീരനും സഭയ്ക്കും അതേപോലെ തന്നെ ചില സമുദായ സംഘടനകൾക്കൊക്കെ മോഹം അവരെ സർക്കാരുകൾ ആശ്രയിക്കണം എന്നാണ്.
ഈ പറയുന്ന ആളുകളെ സർക്കാരുകൾ ആശ്രയിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഒരു സർക്കാരിൻ്റെ പതനം തുടങ്ങുകയാണ്. അതിപ്പോൾ NSS ആയിക്കൊള്ളട്ടെ, SNDP ആയിക്കൊള്ളട്ടെ, ഓർത്തഡോക്സ് സഭ ആയിക്കൊള്ളട്ടെ, സുറിയാനി സഭ ആയിക്കൊള്ളട്ടെ, ലത്തീൻ കത്തോലിക്ക സഭ ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഇസ്ലാമിക പിസ്ലാൻകാരോ ഒസാൻകാരോ അല്ലെങ്കിൽ കോയമാരോ തങ്ങളുമാരോ ഒക്കെ ആയിക്കൊള്ളട്ടെ, ആരാണെങ്കിലും പരിധി വിട്ട് സാമുദായിക സംഘടനകളെയും മറ്റുള്ള ആളുകളെ ആശ്രയിക്കാൻ തുടങ്ങിയാൽ സ്വാഭാവികമായിട്ട് ആ മേഖലയുടെ സാമ്പത്തികമായിട്ടുള്ള മേഖലയിൽ വലിയ തകർച്ച ഉണ്ടാവും. ഇത് കേരളത്തിലെ ഒരു വലിയ വസ്തുതയാണ്. കേരളം എല്ലാ മേഖലയിലും തകർന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നത് ഈ പറയുന്ന മതമേലധ്യക്ഷന്മാരാണ്, അവർ നടപടികളാണ്. അതിന് ചൂട്ടുപിടിക്കുന്നതാണ് പലപ്പോഴും VS സുധീരനെ പോലുള്ള കോൺഗ്രസ് നേതാക്കന്മാരുടെ പരിപാടി. ഇവരെന്താ ഇതിനെ തള്ളിപ്പറയാത്തത്? എന്തുകൊണ്ട് തള്ളിപ്പറയാത്തത്? കേരളത്തിന്റെ സാമ്പത്തിക പതനത്തിന്റെ മുഖ്യ കാരണക്കാരായിരിക്കുന്ന എയ്ഡഡ് വിദ്യാലയങ്ങളിലെ ജീവനക്കാർക്ക്, പള്ളിയിലെ അച്ഛന്മാർക്കും അമ്മമാർക്കും അടക്കം കൊടുക്കുന്ന കോടിക്കണക്കിന് റുപ്പിയുടെ ശമ്പളം ഇത് തെറ്റാന്ന് പറയും VS സുധീരന് ധൈര്യമുണ്ടോ? അദ്ദേഹത്തിന് ആദർശനെ അനുവദിക്കുമോ? എന്തുകൊണ്ട് അദ്ദേഹത്തിന് പറയാൻ പറ്റുന്നില്ല? പറഞ്ഞതിന് തൊപ്പിതെറിക്കും. അത് തന്നെ കാരണം. പിന്നെ ഈ ആദർശമൊന്നും നിലവിലുണ്ടാവില്ല. സുധീരന് മാത്രമല്ല, അത് ഓർത്തഡോക്സ് സഭയ്ക്ക് അതിന് ധൈര്യമുണ്ടോ? ഓർത്തഡോക്സ് സഭയുടെ പള്ളിയിലെ അച്ഛന്മാരല്ലോ കൂടുതൽ ശമ്പളം മേടിക്കുന്നത്, മറ്റേ അച്ഛന്മാരാണല്ലോ. നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ. അങ്ങനെ പറയാൻ കെൽപ്പില്ലാത്ത ആളുകൾക്ക് കേരളത്തിന്റെ വികസനമല്ല ടാർഗറ്റ്. അവർക്കിടയ്ക്ക് വലിയ ആള് കളിക്കണം, അവർക്ക് വലിയ പ്രസ്താവന ഇറക്കണം, അവർ സത്യസന്ധന്മാരാണെന്ന് പൊതുസമൂഹത്തിൽ ബോധ്യപ്പെടുത്തണം. അങ്ങനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ VD സതീശൻ അവതരിപ്പിച്ചിരിക്കുന്ന ബജറ്റിനെ കുറിച്ച് അനുകൂലമോ പ്രതികൂലമോ അല്ല എൻ്റെ വിഷയം. മറിച്ച് കേരളത്തിന്റെ വികസനത്തിന് ഊന്നുന്ന ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന സുധീരാദികളും സുധീർ ഗാന്ധി എന്താ പറഞ്ഞ നേരത്തെ സുധീർ ഗാന്ധി, ആ സുധീർ ഗാന്ധിയോ അല്ലെങ്കിൽ മറ്റുള്ള സുധീര ഗാന്ധിയോ മറ്റുള്ളവരാരും തയ്യാറാവുന്നില്ല എന്നുള്ളൊരു വലിയൊരു വസ്തുതയാണ്. ഇതൊരു ശാപമാണ് കേരളത്തെ പിന്നാക്കം നിൽക്കുന്നതാണ്. കേരളത്തിലെ നിരവധി യുവാക്കന്മാരെ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നത് ഈ പറയുന്ന ആളുകളാണ്. അങ്ങനെ നിങ്ങൾ അതൊന്നും തെറ്റാന്ന് പറ. കേരളത്തിലെ വിദ്യാർത്ഥികളെ പുറത്തേക്ക് അയക്കരുത്. അവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനം കേരളത്തിൽ വേണം, അവർക്ക് തൊഴിൽ കേരളത്തിൽ കിട്ടാൻ സാധിക്കണം. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരല്ല ഇവിടെ കൂടുതൽ വരേണ്ടത്, അല്ലെങ്കിൽ ബംഗ്ലാദേശികളല്ല കേരളത്തിലൊന്ന് തൊഴിൽ ചെയ്യേണ്ടത്, അത് മലയാളികളാണ് ഇന്ന് പറയാനും ചങ്കൂറ്റൊന്ന് കാണിക്കുക. അതൊന്നും ആ പറയുന്ന ഒരു ചങ്കൂറ്റവും കാണിക്കാതെ കണ്ട് കേരളത്തിൽ അത് വേണ്ട ഇത് വേണ്ട എന്ന് മാത്രം പറയുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ അല്പത്വമാണ്. ഈ അല്പത്വം തന്നെയാണ് സഭാ നേതൃത്വങ്ങളും സുധീര ഗാന്ധി അടക്കമുള്ള ആളുകളുടെ എല്ലാവരും നിലപാട്. ഈ പറയുന്ന നിലപാടുകൾ ഒരിക്കലും കേരളത്തിന്റെ വികസനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് അംഗീകരിക്കാൻ വേണ്ടി സാധ്യമല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. സതീശൻ സർക്കാരിന് ഇനിയപ്പോൾ അങ്ങോട്ടുണ്ടാവാനിരിക്കുന്ന സുധീരന്റെ തലവേദന ഉറപ്പാണ് എന്നുള്ളതാണ്. സുധീരനെ കൊണ്ടുണ്ടാകുന്ന തലവേദനയ്ക്ക് കയ്യും കണക്കും ഉണ്ടാവില്ല, അത് വലിയ രീതിയിൽ ബാധിക്കും. VS ഇതുപോലെയായിരുന്നു. കുറച്ച് നാളൊക്കെ LDFനെ ഒന്ന് വട്ടം ചുറ്റിക്കാനായിട്ട് VSന്റെ പല പ്രസ്താവനകൾക്കും കഴിഞ്ഞിട്ടുണ്ട് പിണറായിയുടെ സർക്കാരിനെ. പക്ഷേ ഇവിടെ സുധീരൻ അങ്ങനെ ആയിരിക്കില്ല. VSനെ പോലെയല്ല, കുറച്ചുകൂടെ ആരോഗ്യവും ചെറുപ്പവും ഒക്കെയാണ്. ഈ 5 വർഷം സതീശൻ തികയ്ക്കുമോ? അതിനു മുമ്പ് അതോ സുധീരൻ തന്നെ വലിച്ചു താഴെ ഇടുമോ? അല്ല, അതിന് സാധ്യതയുണ്ട്, തള്ളിക്കളയാൻ സാധ്യമല്ല. ഏതാണെങ്കിലും ശരിയല്ല. ഈ കേരളത്തിലെ ഗവൺമെൻറ്റുകൾ ആര് ഭരിച്ചാലും, കോൺഗ്രസ് ഭരിച്ചാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ചാലും, സർക്കാരുകൾ അസ്ഥിരപ്പെടുത്തുന്ന പരിപാടികൾ ആര് മുന്നിട്ടിറങ്ങിയാലും അതിനെ അംഗീകരിക്കുന്നത് ശരിയല്ല. ഇതൊരു ഒരു സംസ്ഥാനത്തിൻ്റെ പ്രശ്നമാണ്, കേരളത്തിൻ്റെ പ്രശ്നമാണ്, കേരളത്തിലെ യുവാക്കളുടെ പ്രശ്നമാണ്, കേരളത്തിലെ തൊഴിലില്ലായ്മയുടെ പ്രശ്നമാണ്, കേരളത്തിലെ വ്യവസായങ്ങളുടെ പ്രശ്നമാണ്. കേരളത്തിൽ എന്ത് തുടങ്ങിയാൽ അത് ഞങ്ങൾ സമ്മതിക്കില്ല എന്നൊക്കെ പറയുന്ന ചില ആദർശവാദികളുടെ കേരളത്തിലുണ്ട്. ഈ പറയുന്ന ഇപ്പോൾ സാധാരണ പഴയ കാലത്ത് ചില മന്ത്രിമാരൊക്കെ പറഞ്ഞു വൈദ്യുതി മേഖല തുടങ്ങിക്കഴിഞ്ഞാൽ ഉടനെ ബഹളമാണ് ഇവിടെ. ഈ പറയുന്ന ബഹളം വെച്ചിട്ട് വൈദ്യുതി നിലയങ്ങൾ സ്ഥാപിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കുന്ന ആളുകളാണ് മുല്ലപ്പെരിയാർ അവിടെ അവർക്ക് തമിഴ്നാടിന് വിട്ടുകൊടുത്ത് എന്നിട്ട് അവിടെ നിങ്ങൾ വൈദ്യുതി തുടങ്ങിക്കൊള്ളാൻ അനുവാദം കൊടുക്കുന്നത് ഈ പറയുന്ന ആളുകളാണ്. അതിന് ഇവർക്ക് യാതൊരു മടിയില്ല. ഈ VM സുധീരൻ അടക്കമുള്ള ആളുകൾ 1971 CH മേനോൻ മുല്ലപ്പെരിയാറിന്റെ കരാറിൽ ഒപ്പിടുന്ന സമയത്ത് കേരളത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹം കേരളത്തിൽ ജനപ്രതിനിധിയാണ് ആ സമയത്ത്, അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പ്. ഇത് അല്ലാന്ന് ഇദ്ദേഹം ഒന്ന് പറയട്ടെ, എവിടെയായിരുന്നു ഇദ്ദേഹത്തിൻ്റെയൊക്കെ നാവ്? എവിടെയായിരുന്നു? ഇവരാരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. ഇവർക്ക് കേരളത്തിന്റെ പ്രശ്നങ്ങളല്ല പ്രശ്നം, ഇവരുടെ വ്യക്തിപരമായിരിക്കുന്ന ഔന്നത്യം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് പല മന്ത്രിസഭകളെയും താഴേക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് മടിയില്ലാത്ത രീതിയിൽ തങ്ങളാണ് സർവസ്വവും, തങ്ങളെ ആദ്യം അംഗീകരിക്കണം, ഞാനാണിതൊക്കെ പറയേണ്ട ആള് എന്ന് പറയുന്ന ഒരു ഔദ്ധ്യത്യമുണ്ടല്ലോ, ഇത് അത്യന്തം അപകടകരമാണെന്നുള്ളത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്.
നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ എൻ നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.